അപ്പു മരിച്ചത് എൻ്റെ പങ്ക് വലുതാണെന്ന് എനിക്കറിയാം സർ. അതുകൊണ്ട് സ്വന്തമായി ശിക്ഷ ഏറ്റെടുത്ത് ഞാൻ ജയിലിൽ പോയി. സന്ദർഭവും സാഹചര്യവും നിയമത്തിൽ മനസ്സിലായപ്പോൾ എൻ്റെ ശിക്ഷാ കാലാവധി വെട്ടിക്കുറച്ചു. പക്ഷെ ഞാൻ പുറത്തു വന്നപ്പോൾ എനിക്കായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല സർ. കുടുംബവും വീടും ഒന്നും. അങ്ങനെ ഇരിക്കെ ഞാൻ പാട്ട് പഠിപ്പിക്കാൻ പോകുന്ന സ്ഥാപനത്തിൽ വെച്ചാ വൃന്ദയെ പരിചയപ്പെടുന്നത്. പെട്ടെന്നായിരുന്നു ഞങ്ങൾ തമ്മിൽ അടുത്തത്. എന്തു പറ്റി? ഒന്നുമില്ല. അത് മുഖത്തറിയാനുണ്ട്. ക്രിസ്റ്റി, ക്രിസ്റ്റി, മാർട്ടിനറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. അവരുടെ റിലേഷൻ തുടങ്ങിയിട്ട് 4. അപ്പോ ഇത്രയും കാലം അവൻ എന്നോട് പറഞ്ഞിരുന്ന എല്ലാം കള്ളമല്ലേ? മാർട്ടിനോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറെ നാളായി വിചാരിക്കുന്നു. ഇന്നിപ്പോ എനിക്കത് പറയണം തോന്നി. എന്തേ? ക്രിസ്റ്റി എന്റെ ജീവിതത്തിലില്ലായിരുന്നെങ്കിൽ ഞാൻ മാർട്ടിനോടൊപ്പം ആയിരുന്നേനെ. ക്രിസ്റ്റി ഇനി ഇല്ലാണ്ടായാലും പോരെ. അവളെ അങ്ങനെ വിട്ടുകളെ എനിക്ക് മനസ്സ് വന്നില്ല സർ. അതുകൊണ്ടാണ് ഞാൻ അവനെ കുത്തിയത്. നീയൊക്കെ പോലീസിൽ ഉണ്ടാക്കുവാണോടാ? ഇത്രയും നേരം നിന്നോടൊക്കെ ഇതന്നെയല്ലേ ഞാൻ ചോദിച്ചോണ്ടിരുന്നത്? അപ്പൊ നീ ഒന്നും പറഞ്ഞില്ലല്ലോ. നീ ഇപ്പൊ പറയുന്നത് എന്തിനാ? അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയല്ലേ സാറേ ഞാനിതൊക്കെ ചെയ്തത്. അവളെന്നെ പറ്റിച്ചു പോയെന്നുള്ള കാര്യം ഈ സാറ് കുറച്ചു മുമ്പ് പറയുമ്പോഴല്ലേ ഞാൻ അറിയുന്നത്.
നീ അവന്റെ കെറ്റോളെ പേടിച്ചിട്ടാണ് പറയാതിരിക്കുന്നേ. അതങ്ങ് വിട്ടേരെ. അവള് രാജ്യം വിട്ട് സമയം കുറയായി. അവന്റെ മരണ വാർത്ത അറിയിക്കാൻ പോലും അവള് സ്ഥലത്തുണ്ടായിരുന്നില്ല. പുല്ല് ഇതില് നല്ല സീരിയൽ കില്ലറായിരുന്നു. ആ പൊരുത്തിന്റെ പിന്നാലെ പോയാൽ മതി. ഇതിപ്പോ അമ്മയുടെ നാടകവും കാണും. സാറേ ഈ സീരിയൽ കില്ലറില്ലേ, അതെന്താ സാധനം? ആ കൊള്ളാം. ഗാഥ, സർ. ഇയാളുടെ മുൻ ഭാര്യ ഉണ്ടല്ലോ ബീന, ആ സർ. അവരെ വിളിപ്പിക്കണം. ഓക്കെ. ഇയാള് പറഞ്ഞതിൽ എന്തേലും സത്യം ഉണ്ടോ എന്നുള്ളത് അറിയണം. ഷുവർ സർ. ചെല്ല്. ഓക്കെ. സോ പറയൂ. സാറേ, എനിക്ക് അയാളെ കുറിച്ച് പറഞ്ഞ യാതൊരു താല്പര്യമില്ല. എന്നാ നിനക്ക് താല്പര്യമുള്ളത് പറയടി. എന്നാ ഞങ്ങളത് ചോദിക്കാം. അതിനാണല്ലോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ചുമ്മാരിടോ. യെസ് ബീന. സാർ, അയാളോട്ട് യാതൊരു ബന്ധവുമില്ല എനിക്കിപ്പോൾ. എന്നാ നിനക്ക് ബന്ധമുള്ളവരുടെ ലിസ്റ്റ് അടി. ഞങ്ങൾ അവരെ കുറിച്ച് ചോദിക്കാം. രാജൻ പുറത്തു നിന്നേ. അല്ല സാറേ, ഇവളൊരുമാതിരി തന്നോട് പുറത്തു വെക്കാനാ പറഞ്ഞ. ബീന പറയൂ, മാറ്റം പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സാർ, ചിലപ്പോൾ അയാൾ അറിയാതെയായിരിക്കും എൻ്റെ കുഞ്ഞിനെ കൊന്നിട്ടുണ്ടാവുക. പക്ഷേ എനിക്ക് അയാളൊരു കൊലപാതകമായി മാത്രമേ കാണാൻ പറ്റൂ. പിന്നെ കുഞ്ഞിനെ മരണം വരെ അയാൾ പറഞ്ഞ സത്യമായിരിക്കും. ബാക്കി എനിക്കൊന്നും അറിയില്ല സാർ. ആദിനാഥന്റെ ഭാര്യയെ കൊണ്ടുവരുമ്പം ആദിനാഥൻ അറിയണം. നിന്നോട് പറഞ്ഞു കുറച്ചേരം സ്വസ്ഥമായിട്ടിരിക്കാൻ. ഒന്ന് പോയേ സാറേ, നമ്മൾ ഇതുവരെ കണ്ടതാ. നിനക്ക് പറഞ്ഞ മനസ്സിലാത്തില്ലേ? ഇല്ല. എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? ആദ്യം ശരിക്കും അറിയില്ല. ആരാതി? ഞാൻ ആദി. അത് ശരി. അപ്പൊ അറിയില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഞാൻ ആദ്യം ആരാണെന്ന് കാണിച്ചു തരും. അപ്പൊ താനല്ലേ ആദി? ഞാനാ ആദി. പിന്നെ ആരെ കാണിച്ചു തരാന്ന് പറഞ്ഞത്? സാറേ വേണ്ട. ആദി, ആദിക്ക് ഇപ്പൊ എന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അകത്തിരിക്കുന്ന ബീന എന്റെ ഭാര്യ. അവരാണോ പ്രശ്നം? അവളെ എന്തിനു അറസ്റ്റ് ചെയ്തു എനിക്കറിയണം. അതിനാരെ അറസ്റ്റ് ചെയ്ത് ഇവിടെ? അവരുടെ ആദ്യ ഭർത്താവ് മാർട്ടിൻ ഈ കേസിലെ പ്രതിയാണോ എന്ന് സംശയമുണ്ട്. അപ്പൊ അയാൾക്ക് പരിചയമുള്ള ആളുകളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അത്രേ ഉള്ളൂ. അത്ര ഉള്ളെങ്കിൽ എന്നെ അകത്ത് കയറ്റ്. ഞാൻ എന്തിനാണോ അകത്ത് കയറുന്നത്? ഞാൻ അകത്തിരുന്നോളാം. എനിക്ക് അറിയണല്ലോ അവിടെ എന്താ നടക്കുന്നതെന്ന്. ഒന്ന് പറഞ്ഞു വിട്. ഞാൻ അകത്തിരുന്നോളാം. നിന്നോട് ഞാൻ കുറച്ച് പ്രാവശ്യമല്ല പറയുന്നു, പല പ്രാവശ്യമായിട്ട് പറയുന്നു. ആദ്യം അറിയില്ല. സാറിന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലായിട്ടാണ് ആദ്യം അറിയില്ല. ഇവിടെ വന്ന് കുറച്ചേരം ഇവിടെ കിടന്ന് അംഗം കാണിക്കുന്നത്. ഹോൾഡ് എന്താന്ന് അറിയില്ല. ഇത് സ്ഥലം ഒന്ന് മനസ്സിലായോ? എന്റെ ചുമ്മാ ഹോൾഡ് കിടന്ന് അംഗം എന്താന്ന് കാണിച്ചാൽ നിങ്ങൾക്ക്? കുപ്പിയെടുത്ത് അടിച്ച് നായിന്റെ മോനെ ആദ്യ ഇനി ഒരു അക്ഷരം വേണ്ടി കൊന്നുകളയും. ആ ബീനയുടെ കഴിഞ്ഞായിരുന്നു. ഗാഥ വണ്ടിയിലാണോ വന്നത്? അതെ സർ. എന്നാ ബീനെ കൊണ്ടുവിട്ടിട്ട് ഗാഥ വീട്ടിൽ പോക്കോ. ഓക്കെ. രാവിലെ വന്നാ മതി. ഓക്കെ സർ. സാറേ, അപ്പൊ ചേട്ടൻ? ചേട്ടൻ വന്നോളും. പെണ്ണുമ്പിള പോവാൻ നോക്ക്. ശരി സർ, ഞാൻ പോയി കീ എടുത്തിട്ട് വരാം. വില പിടിച്ചകത്തിരുത്ത്. ഞാൻ പറഞ്ഞിട്ട് വിട്ടാ മതി. ആദ്യം അകത്തിരുന്നോളും. അകത്തിരുന്നോളും. സാറേ, DIG സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എങ്ങനെ അറിഞ്ഞു? SP-യുടെ കോൾ ഉണ്ടായിരുന്നു. ഇത് ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പോ ഇനി നമുക്കിതിൽ വലിയ റോളില്ല അല്ലേ സാറേ? എപ്പോ വരും പുള്ളി? അത് സാറേ എത്തി. എന്തായി? സർ, കൺഫസ് ചെയ്തിട്ടുണ്ട് സർ. ആര്? ആക്ച്വലി രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണോ ചെയ്തത്? അങ്ങനെയല്ല സർ, രണ്ടുപേർക്കും അവരവരുടേതായിട്ടുള്ള സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് ബോത്ത് ആർ കൺവിൻസിങ് സർ. ദേ ഹാവ് വാലിഡ് റീസൺസ് ഫോർ ദാറ്റ്. പരലോകം സർ. തന്നെ ഇങ്ങോട്ട് വിട്ടത് ഇവര് പറയുന്ന കഥയും കേട്ടുകൊണ്ടിരിക്കാനല്ല. സർ, എനിവേ തനിക്ക് പോവാം. താനും ഇവിടെ നിൽക്ക്. സാർ സർ, 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 പ്ലീസ് സർ, ഡോണ്ട് ഡു ദിസ് സർ. എന്നെ ഭരിക്കാൻ വരല്ലേ? രാജൻ അറിയാവോ ക്രിസ്ത്യന്റെ ആരായിരുന്നു? സാർ, അനിയൻ. അനിയനല്ലടോ,
അവന്റെ 12ാമത്തെ വയസ്സിലാ ഞങ്ങളുടെ അപ്പനും അമ്മയും തമ്മിൽ പിരിയുന്നത്. അതിൽ പിന്നെ ഞാനായിരുന്നു അവന്റെ അപ്പൻ, ഞാനായിരുന്നു അമ്മ. അനിയനായിട്ടല്ല, മോനായിട്ടാ ഞാൻ അവനെ വളർത്തിയത്. എടോ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ സഹിക്കുമോ? അതിന് കാരണക്കാരായവരെ നമ്മൾ വെറുതെ വിടുവോ? ഇല്ല സാർ എനിക്ക് സാർ Sir, no, sir. Sir, don't do this. Sir, please. രണ്ടുപേരിൽ ആരുടെ കഥയാണ് സത്യമെന്ന് ഞാൻ ചോദിക്കുന്നില്ല. രണ്ടും ഇനി വേണ്ട. സാറേ, വേണ്ട സാറേ, പ്രശ്നമാവും. എന്ത് പ്രശ്നം? ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. സാറേ ഞാൻ സത്യം പറയാം. ഞാനല്ല, ഇയാളാ കൊന്നത്. ഞാൻ കണ്ടതാ. എന്റെ കുറവ് മറച്ചു വെക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കഥയായിരുന്നത്. ശരിക്കും ഇയാളാ ക്രിസ്റ്റിയെ കൊന്നത്. ഞാൻ കണ്ടാ സാറേ. അതേടാ, ഞാൻ തന്നെ കൊന്നേ. അവന് നെഞ്ചത്ത് കത്തി കയറ്റി. അവന്റെ ചോരയുടെ മണം ഇതുവരെ മാറിയിട്ടില്ല. സംശയം നോക്കടാ, നോക്കടാ. സാർ, പ്ലീസ്. വീണ്ടും ഒരു കസ്റ്റഡി മരണം കൂടി. ക്രിസ്റ്റി പോൾ കൊലക്കേസിൽ കുറ്റാരോപിതനായ മാർട്ടിൻ എന്ന 45-കാരനാണ് വെടിയേറ്റത്. കസ്റ്റഡിയിലിരിക്കെ പ്രതി തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങിയപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തു എന്ന സ്ഥിരം പല്ലവി ആവർത്തിക്കുകയാണ് കേരള പോലീസ്. CI പരലോകത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. കൂടാതെ CI പരലോകത്തിനെതിരായി മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ഹലോ, ഓൾ ഓക്കെ? എന്ത് പറ്റി? കുറച്ച് ദിവസമായല്ലോ ഇത്. ഹേയ്, ഒന്നുമില്ലടാ. കുഞ്ഞു കിടന്നോ? ഉറങ്ങി. ആ, അതെ, നമുക്ക് കുറച്ച് ദിവസം പാട്ടിലോടെ പോയി നിന്നാലോ? പോലാമേ. എനക്ക് ഒരു ബ്രേക്ക് അടിച്ച മാറി ഇരിക്കും. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ. പിന്നെ മാറ്റി പറയല്ലേ? ഇല്ല, പോലാം. പ്രിയ, ഈ ബാൻഡ് ഇത് എങ്ക ഇരുന്ന്? ഇതോ, കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യാൻ പോയപ്പോൾ അവിടെ ഒരു സിസ്റ്ററിനെ കണ്ടായിരുന്നു. കുറച്ചേരം സംസാരിച്ചു. അത് കഴിഞ്ഞ് ഇറങ്ങാൻ നേരം തന്നതാ. നിനക്ക് ഓർമ്മയുണ്ടോ, നമ്മളന്ന് അഡ്മിഷൻ എടുക്കാൻ പോയപ്പോൾ കണ്ട സിസ്റ്റർ റബേക്ക. പുള്ളിക്കാരി തന്നതാ. സിസ്റ്റർ പേരെന്നാ சொன்னே? റബേക്ക. റബേക്ക. മാർട്ടിന്റെ ബോഡി റിസീവ് ചെയ്തത് ഒരു സിസ്റ്റർ റെബേക്ക. ഹലോ, എന്താടാ? ഒരു കാര്യം പറയാനായിരുന്നു. നീ ഇപ്പൊ എവിടെയുള്ളേ? റെയിൽവേ സ്റ്റേഷൻ അടുത്ത് സാർ. എവിടെ? ആലപ്പുഴയോ? അതെ സാർ. ആ, എന്നാലേ ആ റെയിൽവേ സ്റ്റേഷന്റെ പിന്നിലേ സാന്ത്വനല്ലേ, അങ്ങോട്ട് പോരെ, ഞങ്ങളവിടെ ഉണ്ട്. ഓക്കെ സാർ. ആ, ലൊക്കേഷൻ അറിയോ? അറിയാം സാർ. ആ, എന്നാ അങ്ങോട്ട് പോരെ. ആരാ രാജ? ആ, നമ്മുടെ ആദിയില്ലേ,
ആ ബീനയുടെ ഭർത്താവ്. ആ എന്താ കാര്യം? അവനെന്തോ പറയാനുണ്ടെന്ന്. ഓ സർ മോളെ കാണാൻ വന്നാണോ? ആ മോളെ കാണണം. ഇപ്പോൾ വന്നത് സിസ്റ്റർ അബേക്ക് ഒന്ന് കാണാനാ. സിസ്റ്റർ ഒരു എമർജൻസി മീറ്റിംഗിലാ. നിങ്ങൾ വന്ന കാര്യം ഞാൻ എന്തായാലും പറയാം. കയറിയിരിക്കൂ. ഓക്കെ. വരൂ. ഇരിക്കേട്ടോ. ആ ഞാൻ സിസ്റ്ററിനോട് പറയാം. ഓ സാർ, ആ നീ വന്നോ? ഇത്ര അടുത്തുണ്ടായിരുന്നോ? ഇവിടെ അടുത്തുണ്ടായിരുന്നു സാർ. ഇരിക്കേ. നിനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? സാർ, അത് സർ, സിസ്റ്റർ വരുന്നുണ്ടേ. സോറി, ഞാൻ അല്പം വൈകിപ്പോയി. ഇരിക്കൂ. സോ എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? സിസ്റ്റർ ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. സിസ്റ്ററിന് മാർട്ടിൻ എങ്ങനെയാണ് പരിചയം? മാർട്ടിൻ? മാർട്ടിനെ ഞാൻ ആദ്യം കാണുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുറച്ചുനാൾ മുമ്പാണ് ഞാൻ മാർട്ടിനെ വീണ്ടും കാണുന്നത്. മാർട്ടിനല്ലേ? അതെ. ഇപ്പൊ പാട്ടൊന്നുമില്ലേ? ഇല്ല, ഇപ്പൊ പാടാറില്ല. ഞാൻ അവനോട് സഹായം വല്ലതും വേണോന്ന് ചോദിച്ചു. പറ്റുന്ന അവനൊരു ജോലി വാങ്ങിക്കൊടുക്കാവോന്ന് അവൻ എന്നോടും ചോദിച്ചു. ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. ഇവിടെ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. വരൂ. ഇതാണ് നിങ്ങളുടെ പുതിയ മ്യൂസിക് ടീച്ചർ. സിസ്റ്ററെ, ഞാൻ സിസ്റ്ററെ എനിക്ക് ശ്രമിച്ചു നോക്ക്, കുട്ടികൾക്ക് വേണ്ടിയല്ലേ. ഈ ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും. നമുക്കൊരു പാട്ട് കേട്ടാലോ? സിസ്റ്റർ, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല സിസ്റ്റർ. പാട്. പറ്റും.